ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു 30 minutes ക്ലാസ് ഇന്ന് നടക്കുള്ളൂ. മാക്സിമം ഡ്യൂ ടു ലെറ്റ് എന്തായിക്കോട്ടെ. നമുക്ക് എന്തായാലും നിങ്ങൾ ഇംപ്രൂവ്മെന്റിന് ഭംഗിയായി പഠിക്കുക എല്ലാവരും. നമുക്ക് ഇന്ന് മൂന്നാമത്തെ ചാപ്റ്റർ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന സോളജി ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വാട്ട് ഈസ് ജെനറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു. ജെനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി കൺസേൺഡ് വിത്ത് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനെ കുറിച്ച് പറഞ്ഞു. ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആണ്. ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് വില്യം ബാറ്റ്സൺ ആണ്. ഇൻഹെറിറ്റൻസ് അഥവാ ഹെറിഡിറ്റി എന്നാൽ ടെൻഡൻസി ഓഫ് ദ പ്രോജനി ടു റിസംബിൾ ദെയർ പാരന്റ്സ്. ടെൻഡൻസി മാതാപിതാക്കളെ സദൃശ്യപ്പെടുത്താനുള്ള സന്താനങ്ങളുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി. വേരിയേഷൻ ഈസ് ദ ടെൻഡൻസി ഓഫ് ദ പ്രോജനി ടു ഡിഫർ ഫ്രം ദെയർ പാരന്റ്സ് ഈസ് കാൾഡ് വേരിയേഷൻ. രണ്ടിനെയും കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ജെനറ്റിക്സ് എന്ന പേര് അറിയപ്പെടുന്നു. ഈ ജെനറ്റിക്സിന്റെ നമ്മളായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററിൽ തുടങ്ങുന്ന സമയത്ത് സഹിവാൾ കൗ ഇൻ പഞ്ചാബ് എന്ന് പറയുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ആണ് ജെനറ്റിക്സ് ഉണ്ടാവുന്നത്, അല്ലെ? ഹെറിഡിറ്റി വേരിയേഷൻ ഉണ്ടാകുന്നത് ഏതൊരു ബന്ധപ്പെട്ടാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നാലും കൂടെ മാത്രമേ, അല്ലെങ്കിൽ മറ്റേ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫലമായിട്ടുണ്ടാകുന്നതെല്ലാം ക്ലോണുകളാണ്. വാട്ട് ഈസ് ക്ലോൺ എന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോജനീസുകളെല്ലാം തന്നെ എന്താണ് ഇൻഹെറിറ്റൻസും അതുപോലെ തന്നെ വേരിയേഷൻ കാണിക്കും. അങ്ങനെ നമ്മുടെ ഈ ഇൻഹെറിറ്റൻസ് വേരിയേഷനും കൂടാതെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി ഉണ്ടാക്കിയെടുത്ത പഞ്ചാബിലെ ഒരു കൗവിന്റെ പേരാണ് മനുഷ്യ ചോദിക്കും സഹിവാൾ കൗസ്. ഏതാണ് സഹിവാൾ? ആ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ ജെനറ്റിക്സിലേക്ക് പഠിക്കുമ്പോൾ ജെനറ്റിക്സിലെ ചില ടേമുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ജീനോ ടൈപ്പ്. ജീൻ എന്താണ് പഠിച്ചു? ജീൻ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. മെന്റൽ ഉപയോഗിച്ച പദം ഫാക്ടർ ഓർ ഡിറ്റർമിനന്റ് എന്നാണ്. അതിനുശേഷം വില്യം ജോഹാൻസൺ ആണ് ടേം ജീൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഒരു ഇൻഹെറിറ്റൻസ് അഥവാ ഹെറിഡിറ്റിയുടെ ബേസിക് യൂണിറ്റ് അഥവാ അടിസ്ഥാന ഘടകമാണ് എന്ന് പറയുന്ന ജീൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു അലീൽ ഓർ അലിലോമോർ. ഒരു ജീനിന് രണ്ട് ആൾട്ടർനേറ്റീവ് ഫോം ഉണ്ടായിരിക്കും. ആ ഫോമുകളെ വിളിക്കുന്ന പേരാണ് അലീൽ. ഉദാഹരണം ജീൻ ഫോർ ഹൈറ്റ് ആൻഡ് അലീൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി. അതിന്റെ ടാളിന്റെ ടി ആദ്യ ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലവർ കളർ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് വൈറ്റ് ആണ് ക്യാപിറ്റൽ ആർ സ്മാൾ ആർ എന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ. അതിനുശേഷം നമ്മൾ പഠിച്ച ടൈം ഫീനോടൈപ്പ്. ഒരു ജീവിയുടെ പുറമേ കാണുന്ന എക്സ്റ്റേണൽ ക്യാരക്ടറിനെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്. ദ വിസിബിൾ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കാൾഡ് ഫീനോടൈപ്പ്. ഉദാഹരണം കളർ, ഫ്ലവർ കളർ, റെഡ് വൈറ്റ്, ഇതെല്ലാം ഫീനോടൈപ്പ് ആണ്. ആ ഫീനോടൈപ്പിന്റെ ജനിത ഘടന എഴുതുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പ്. ദ റെപ്രസെന്റേഷൻ ഓഫ് ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫീനോടൈപ്പ് ഈസ് കാൾഡ് ജീനോടൈപ്പ്. ഉദാഹരണം ടാളിനെ ക്യാപിറ്റൽ ടി എന്നോ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്നോ എഴുതും. ഡാഫിനെ സ്മാൾ ടി എന്നിങ്ങനെ എഴുതും. ക്യാപിറ്റൽ ടി രണ്ടെണ്ണം എഴുതും. ഒന്ന് അച്ഛന്റെ ഗ്യാമറ്റ് ജീനും ഒന്ന് അമ്മയുടെ ജീനും എന്നാണ് ഒരു പെയറായിട്ട് നമ്മൾ എഴുതുന്നതിന് കാരണം. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഡോമിനന്റ് ക്യാരക്ടർ എന്നാണ് റിസസീവ് ക്യാരക്ടർ. രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ നമ്മൾ ക്രോസ് ചെയ്യുന്നു. ടാള് ഡാഫ്. ഒന്നാം തലമുറയിൽ വരുന്ന ക്യാരക്ടർ വിളിക്കുന്ന പേര് ഡോമിനന്റ് എന്നും വരാത്ത നമ്മൾ വിളിക്കുന്ന പേര് റിസസീവ് എന്ന പേരും അറിയപ്പെടുന്നു. ഓക്കെ, ഡോമിനന്റ് റിസസീവ് ക്യാരക്ടർ. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ്. ഇപ്പൊ ടാൾ ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഡോം എന്താണ് അതിന്റെ ഹോമോസൈഗസ് എന്നും ക്യാപിറ്റൽ ടി സ്മാൾ ടി കൊണ്ടാണ് എഴുതാണെങ്കിൽ ഹെട്രോസൈഗസ് എന്ന പേരും അറിയപ്പെടുന്നു. അല്ലെ, അതായത് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ സെയിം അലീലുകളാണെങ്കിൽ ഹോമോസൈഗസ് എന്നും ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഡിഫറന്റ് അലീലുകളാണ് വിളിക്കുന്ന പേര് ഹെട്രോസൈഗസ് എന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മൾ ഇതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞു? ഗ്രിഗർ മെൻഡൽ ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞു. ഗ്രിഗർ ജോഹാൻ മെൻഡൽ, MENDEL. Mendel is considered as the father of genetics. His experimental material is Pisum sativum. Pisum sativum അഥവാ മലയാളം പട്ടാണി കടല എന്നാണ്. പയറ് ചെടി, കോമൺ ഗാർഡൻ പീ എന്ന് പേരറിയപ്പെടുന്നു. ഗാർഡൻ പീ അല്ലെ, ഗാർഡൻ പീ. ഇതിലാണ് തന്റെ പരീക്ഷണം നടത്തിയത്. മെൻഡൽ അല്ല ആദ്യമായിട്ട് ഗാർഡൻ പീയിൽ പരീക്ഷണം നടത്തിയത്. 1800-കളിൽ നൈറ്റും അതിനുശേഷം ഗോസും, വില്യം നൈറ്റും ഗോസും ഇതിനകത്ത് പരീക്ഷണം നടത്തി. അവർ അട്ടർ ഫെയിലുവർ ആയിരുന്നു. വൈ എന്ന് ചോദിച്ചാൽ മെൻഡലിന് തന്റെ റിസൾട്ടുകളെ മാത്തമെറ്റിക്കലായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് മെൻഡൽ നേരിന്റെ വിജയത്തിന് കാരണം. ജെനറ്റിക്സിന്റെ പിതാവായി വരുന്നതിനും മെൻഡൽ കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയതിനും ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കിയതും ഏതുകൊണ്ടാണ്? ഈ
റിസൾട്ടുകളെ മാത്തമെറ്റിക്കലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കൺക്ലൂഡ് ചെയ്യേണ്ട ഫലമായിട്ട്. ഇനി മെന്റൽ വൈ ഗാർഡൻ പി ആസ്കിസ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു മെന്റൽ എന്തുകൊണ്ടാണ് ഗാർഡൻ പിയെ തന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ തെരഞ്ഞെടുത്തത്. തെങ്ങ്, മാവ്, പ്ലാവ് എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലെ നമ്മൾ മെന്റൽ ആരെ തെരഞ്ഞെടുത്തത്? ഗാർഡൻ പിയെ തന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആണ് തെരഞ്ഞെടുത്തത് എന്തെന്ന് ചോദിച്ചു. ഒന്ന് ഇറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് സോയിൽ. എല്ലാതരം മണ്ണിലും നട്ടു വളർത്താൻ കഴിയും. ഇറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് സോയിൽ. സോ മെനി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ പ്രസന്റ്. ധാരാളം ഗുണഗണങ്ങളുണ്ട്. ഷോർട്ട് ലൈഫ് സൈക്കിൾ, കുഞ്ഞു ലൈഫ് സൈക്കിളാണ്, ധാരാളം എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ ഹൈബ്രിഡൈസേഷന്റെ ഫലമായിട്ടുണ്ടായ ഹൈബ്രിഡ്സുകൾ എല്ലാം തന്നെ ഫെർട്ടൈൽ ആയിരുന്നു. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് മെന്റൽ ആരാ തിരഞ്ഞെടുത്ത പൈസസ് അറ്റേവിത്തെ തന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് തെരഞ്ഞെടുത്തു. ഇനി മെന്റൽ എക്സ്പെരിമെന്റ് പൈസസ് അറ്റേവിത്തിൽ എന്ത് പരീക്ഷണമാണ് നടത്തിയിരുന്നത്? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ആണ് കണ്ടക്ട്. ഏത് എക്സ്പെരിമെന്റ് ആണ്? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. മലയാളം വർഗ സങ്കരണ പരീക്ഷണങ്ങൾ എന്നറിയപ്പെടുന്നു. ഒരു പ്ലാന്റിന് മെയിലിന്റെ സിമ്പൽ ഇതാണ് അല്ലെ, ഫീമെയിൽ ആയിട്ട് കരുതുന്നു. ഒരു പാരചെടിയെ അല്ലെങ്കിൽ മറ്റൊരു പാരചെടി ഫീമെയിലിന് കരുതിയ ശേഷം മെയിലിൽ നിന്നും പൂമ്പൊടി എടുത്ത് ഫീമെയിൽ ഫ്ലവർ പതിപ്പിക്കുകയും അതിന്റെ 1ാം തലമുറ ഹൈബ്രിഡൈസേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന സന്താനം വിളിക്കുന്ന പേര് ഹൈബ്രിഡ് ഉണ്ടാക്കുന്നു. ഈ തലമുറ വിളിക്കുന്ന പേര് ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ. അതായത് അറിയപ്പെടുന്നു ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ. നമ്മൾ ചുരുക്കം അറിയപ്പെടുന്നു F1. ഈ F1നെ വീണ്ടും അത് എന്ത് ചെയ്യുന്നു? സെൽഫ് പോളിനേഷൻ നടത്തുന്നു, സ്വപരാഗണം നടത്തുന്നു. അതിനുശേഷം ഇതാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്. അടുത്ത 7 തലമുറ ഉണ്ടാക്കിയെടുക്കുന്നു സെക്കൻഡ് ഫീലിയൽ ജനറേഷൻ F2. ഇതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണ രീതി. അതായത് ഒരു പയറുചെടി ആണായിട്ടും ഒരു ചെടിയെ ഒരു സ്വഭാവമുള്ള പയറുചെടിയെ ആണായിട്ടും വേറെ തന്നെ പെൺ ഫ്ലവറുമായിട്ട് കരുതുന്നു, പെൺചെടിയായിട്ട് കരുതുന്നു. ആൺ ചെടിയിട്ട് കരുതിയിൽ നിന്നും പൂമ്പൊടി എടുത്ത് പെൺചെടിയുടെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ പതിപ്പിച്ചു 1ാം തലമുറ അതോ ഹൈബ്രിഡ് ഉണ്ടാക്കിയെടുക്കുന്നു. ആ തലമുറ വിളിക്കുന്ന പേര് ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ. ഫസ്റ്റ് ഫീലിയൽ അതിനെ ചുരുക്കം വിളിക്കുന്ന പേര് F1 ഉണ്ടാക്കിയെടുക്കുന്നു. ആ F1നെ അദ്ദേഹം വെറുതെ തന്നെ ഇടുന്നു. കാരണം ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. കാരണം അതിനകത്ത് സെൽഫ് പോളിനേഷൻ നടന്ന് F2 ഉണ്ടാവും. ആ F2 ആ 2ാം തലമുറയിൽ എങ്ങനെയാണ് അപ്പൊ ഈ ഹൈബ്രിഡൈസേഷൻ പരീക്ഷണം ആര് നടത്തിയിരുന്നത്? മെന്റൽ പയറുചെടിയിൽ നടത്തിയിരുന്നത്. അപ്പൊ മെന്റലിന്റെ എക്സ്പെരിമെന്റ് ഇത്രയാണ്. ഇതാണ് ഹൈബ്രിഡൈസേഷൻ മെന്റൽ നടത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനമാക്കി മെന്റൽ കുറെ ലോസും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. മെന്റൽ ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ സ്റ്റഡീഡ് ബൈ മെന്റൽ ഇൻ പൈസസ് അറ്റേവ്. മെന്റൽ എത്ര ക്യാരക്ടറാണ് സ്റ്റഡി ചെയ്തിരുന്നത്? പ്രധാനമായും 7 ക്യാരക്ടറാണ് അല്ലെ. മെന്റൽ സ്റ്റഡീഡ് 7 ക്യാരക്ടേഴ്സ് ഇൻ പൈസസ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. വാട്ട് ആർ 7 ക്യാരക്ടേഴ്സ്? 1 സ്റ്റെം ഹൈറ്റ് അല്ലെ. സ്റ്റെം ഹൈറ്റ് പഠിച്ചു. സ്റ്റെം ഹൈറ്റ് ആകുന്ന ടാളും മറ്റൊന്നേതായിരിക്കും ഡാഫ്. 1 ഡോമിനന്റ് ക്യാരക്ടർ ടാള്, ഡാഫ് റിസസീവ് ക്യാരക്ടർ പൊക്കം. 2 ഫ്ലവർ കളർ. ഫ്ലവർ കളർ ആവുമ്പോൾ ഏതൊക്കെ ആയിരിക്കും? ഫ്ലവർ കളർ വയലറ്റ്, റെഡ് അല്ല, വയലറ്റ് ആൻഡ് വൈറ്റ്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന റെഡ് ആൻഡ് വൈറ്റ് എന്നാണ്. വയലറ്റ് ആൻഡ് വൈറ്റ്. ഫ്ലവറിന്റെ സ്ഥാനം, ഫ്ലവർ പൊസിഷൻ ഓഫ് ഫ്ലവർ ഏതൊക്കെയാണ്? ആക്സിയൽ. ഞാൻ ആദ്യം എഴുതുന്ന ഡോമിനൽ, മറ്റേതായിരിക്കും ആക്സിയലും, മറ്റേതായിരിക്കും ടെർമിനൽ. ആക്സിയൽ, ടെർമിനൽ 2 പൊസിഷനുകൾ നമ്മൾ പഠിച്ചു. പിന്നെ 4ാം അദ്ദേഹം പഠിച്ചതാണ് പോഡ് ഷേപ്പ്. പോഡ് മീൻസ് എന്തായിരിക്കും? വള്ളി പയർ. അതിന്റെ ഫ്രൂട്ടാണ് പോഡ്. പയറിന്റെ ഫ്രൂട്ടിനെ വിളിക്കുന്ന പേരാണ് പോഡ് അഥവാ ലെഗ്യൂം. അതിന്റെ ഷേപ്പ് ഇൻഫ്ലാറ്റഡ്, പരന്നിരിക്കുന്നു, അതിൽ മെഴുകനിരിക്കുന്നു. മറ്റൊന്ന് വിത്ത് കാണാൻ കഴിയും. അതിനെ വിളിക്കുന്ന പേര് കൺസ്ട്രിക്റ്റഡ്. ഓരോ വിത്തിന്റെ ഇടയിലും ഇങ്ങനെ കാണാൻ പറ്റും. കൺസ്ട്രിക്റ്റഡ് ആയിരിക്കും. അടുത്ത പോഡ്, പയറിന്റെ ഫ്രൂട്ടിന്റെ കളർ, പോഡ് കളർ. പയർ ലെഗ്യൂം അല്ലെ, ലെഗ്യൂമിന്റെ കളർ അതൊക്കെയാണ് ഗ്രീൻ അല്ലെ. ഗ്രീൻ പച്ച നിറത്തിലുള്ള വള്ളിപ്പയർ, മറ്റൊന്ന് ഗ്രീൻ. അടുത്ത യെല്ലോ, മഞ്ഞ നിറത്തിലുള്ള ഗ്രീൻ യെല്ലോ. അടുത്ത സീഡ് ഷേപ്പ്, വിത്തിന്റെ ആകൃതി. റൗണ്ട് സീഡ്, മറ്റൊന്നായിരിക്കും റിങ്കിൾഡ് സീഡ്. ക്ലാസ് പറഞ്ഞു. അടുത്ത എന്താണ്? സീഡ് കളർ. ഇവിടെ അത് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. പോഡ് കളർ ആകുമ്പോൾ ഏതായിരിക്കും? ഗ്രീൻ. ഇവിടെ എന്തായിരിക്കും? യെല്ലോ, ഗ്രീൻ. അപ്പൊ ദീസ് ആർ ദ 7 ക്യാരക്ടേഴ്സ് സ്റ്റഡീഡ് ബൈ ദ മെന്റൽ ഇൻ പൈസസ് അറ്റേവ്. അല്ലെ, നമ്മൾ ഇതിന്റെ ഒരു ഇതാണെങ്കിൽ നമുക്ക് എന്താ പറയുക? ഇതിന്റെ ഇത് ടാൾ വന്ന ഫീൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ സ്മാൾ ടി. ഡാഫയുടെ സ്മാൾ ടി. വയലറ്റ് ആകുമ്പോൾ എഴുതാം വയലറ്റ് വൈറ്റ്. ക്യാപിറ്റൽ ഡബ്ല്യു ഓർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മാൾ ഡബ്ല്യു. വൈറ്റ് ആകുമ്പോൾ റിസസീവ് ആകുമ്പോൾ ഒരു ലൈനിൽ എഴുതാൻ പറ്റും. സ്മാൾ ഡബ്ല്യു സ്മാൾ ഡാ. ഇങ്ങനെ ഓരോന്നും നമുക്ക് അതിന്റെ ഞാൻ ഇപ്പൊ ജസ്റ്റ് ചെയ്ത ജീനോ ടൈപ്പ് ആണ്. ഓക്കെ, അത് പിന്നീട് പഠിക്കും. അപ്പൊ വാട്ട് ആർ ദി 7 ക്യാരക്ടേഴ്സ് സ്റ്റഡീഡ് ബൈ മെന്റൽ ഇൻ പൈസസ് അറ്റേവ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സ്റ്റെം ഹൈറ്റ്,
സ്റ്റെം ഹൈറ്റ്, പിന്നെ അടുത്തതാണ് സ്റ്റെം ഹൈറ്റ്, ടാള് ഡാർക്ക്, ഫ്ലവർ കളർ വയലറ്റ് വൈറ്റ്, ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ടെർമിനൽ, പോഡ് ഷേപ്പ് ഇൻഫ്ലാറ്റഡ് കൺസ്ട്രിക്റ്റഡ്, പോഡ് കളർ ഗ്രീൻ യെല്ലോ, സീഡ് ഷേപ്പ് റൗണ്ട് റിംഗിൾഡ്, സീഡ് കളർ യെല്ലോ ഗ്രീൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇതിനകത്തുമായി കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച കാര്യം അല്ലെ? ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് മെന്റലിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചാണ്. ഇത്രയും പറഞ്ഞ ഡൗട്ട് ഇല്ലല്ലോ? മെന്റലിന്റെ പരീക്ഷണം, മെന്റൽ ഫാദർ ജെലിക്സ് ഗ്രിഗർ മെന്റൽ, പൈസസെറ്റ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ അഥവാ ഗാർഡൻ ബി, അത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് അഥവാ വർഗസംഘടന പരീക്ഷണം എങ്ങനെ നടത്തിയെന്ന് ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. മെന്റൽ സ്റ്റഡി ചെയ്ത് 7 ക്യാരക്ടർ ഏതൊക്കെയാണ്? സ്റ്റെം ഹൈറ്റ്, ടാള് ഡാഫ്, ഫ്ലവർ കളർ അല്ലെ, വയലറ്റ് വൈറ്റ്, ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ടെർമിനൽ, പോഡ് ഷേപ്പ് ഇൻഫ്ലാറ്റഡ് കൺസ്ട്രിക്റ്റഡ്, പോഡ് കളർ ഗ്രീൻ യെല്ലോ, അടുത്ത സീഡ് ഷേപ്പ് റൗണ്ട് റിംഗിൾഡ്, സീഡ് കളർ യെല്ലോ ഗ്രീൻ. ഓക്കെ, ഇനി നമ്മൾ മെന്റലിന്റെ എക്സ്പെരിമെന്റിനെ കുറിച്ച്, മെന്റലിന്റെ എക്സ്പെരിമെന്റിലേക്ക് കിടക്കുകയാണ്. എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞ് നിർത്തുന്നു അല്ലെ? നമുക്ക് ഇന്ന് പഠിക്കാനുള്ള അല്ലെ എക്സ്പെരിമെന്റിന്റെ പേര് ഇൻഹെറിറ്റൻസ് ഓഫ്, ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ. പുസ്തകത്തിലെ ഹെഡിങ്ങിനാണ് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ. നമ്മൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ്. ജെനറ്റിക്സ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ഓർ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ്, മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അറിയപ്പെടും അല്ലെ? ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ. മെന്റല് തന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ എന്താണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ്? മെന്റൽ കൺസിഡർ 1 ക്യാരക്ടർ, എ പെയർ ഓഫ് ക്യാരക്ടർ അറ്റ് എ ടൈം അല്ലെ? ഫോർ ഹിസ് എക്സ്പെരിമെന്റ് കൺസിഡർ ഓൺലി ഹൗ മെനി ക്യാരക്ടേഴ്സ്? For his hybridization experiment, for his experiment ആണ് hybridization, Mendel consider എത്ര ക്യാരക്ടർ ആയിരിക്കും? Mendel consider 1 pair of character അല്ലെ? 1 pair of character at a time, character at a time. ഒരു സമയത്ത് ഒരു ജോഡി, ഒരു പെയർ അല്ലെങ്കിൽ ഒരു ജോഡി സ്വഭാവങ്ങൾ, 1 പെയർ മാത്രമാണ് കൺസിഡർ എങ്കിൽ ആ ക്രോസിനെ വിളിക്കുന്ന പേര് എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ വേറെ പേര് എന്താണ്? മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ഓർ ഹൈബ്രിഡൈസേഷന്റെ വേറെ പേരാണ് ക്രോസ്. ഹൈബ്രിഡൈസേഷന്റെ വേറെ പേരെന്താണ്? എപ്പോഴും ഓർത്തണം, ഹൈബ്രിഡൈസേഷന്റെ വേറെ പേരാണ് ക്രോസിംഗ്. ഹൈബ്രിഡൈസേഷൻ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്ന പദം ഏതായിരിക്കും? ക്രോസിംഗ്. എ ടാൾ പ്ലാന്റ് ഈസ് ക്രോസ്ഡ് വിത്ത് ഡാർക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ എന്ന പദത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പദം ഏതായിരിക്കും? ക്രോസിംഗ്. ഏത് പദമായിരിക്കും ഉപയോഗിക്കണം? ക്രോസിംഗ് എന്ന് പറഞ്ഞ പദമായിരിക്കും ഉപയോഗിക്കുന്നത്. മനസ്സിലാവല്ലോ? ഓർത്തണം. ക്രോസിംഗ് എന്ന് കേട്ടാൽ അത് ഹൈബ്രിഡൈസേഷൻ നടത്തണം. അപ്പോ നമ്മൾ പഠിക്കുന്ന ഹെഡിങ്ങിന്റെ പേരെന്താണ്? ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ ഓർ മോണോ ഹൈബ്രിഡ് ക്രോസ് ഓർ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ്. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? എ ക്രോസ് വിച്ച് ഇൻവോൾവ് 1 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. 1 പെയർ ഓഫ് ഏത് ക്യാരക്ടർ ആയിരിക്കും? 1 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ഒരു ജോഡി വിപരീത ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന പരീക്ഷണം, വർഗസങ്കരണ പരീക്ഷണത്തെയാണ് എന്നതിൽ അറിയപ്പെടുന്ന മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പൊ വാട്ട് ഈസ് മോണോ ഹൈബ്രിഡ് ക്രോസ് ഓർ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ഓർ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ അല്ലെ? എ ക്രോസ് വിച്ച് ഇൻവോൾവ് 1 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ അല്ലെ? എ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന പദം എന്താണ്? Crossing. A cross consists of a pair of contrasting characters said to be monohybrid experiment. What is monohybrid experiment? മെന്റൽ ആദ്യം പയറുചെടിയിൽ നടത്തിയ പരീക്ഷണമാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ്. അത് വേറെ പേരെന്താണ്? മോണോ ഹൈബ്രിഡ് ക്രോസ്. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? എ ക്രോസ് വിച്ച് ഇൻവോൾവ് 1 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. A cross which involve 1 pair of contrasting characters is called monohybrid cross. What is monohybrid cross? Monohybrid cross is defined as the cross which involve or hybridization which involve 1 pair of contrasting character. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. For his experiment, Mendel selected parent ആയിട്ട് ഹൈറ്റ് ഉള്ള പ്ലാന്റ്, ടാളായിട്ടുള്ള പൈസസെറ്റിയം പ്ലാന്റിനെയും ഡാർഫ് ആയിട്ടുള്ള പൈസസെറ്റിയം പ്ലാന്റിനെയും തിരഞ്ഞെടുത്തു. ടാൾ ആൻഡ് ഡാർഫ്. പൊക്കം കൂടിയ ടാളായിട്ട്, പൊക്കം കൂടിയ ടാൾ, പൊക്കം കൂടിയ ഡാർ. ഇതിനെ ആദ്യം മെയിലായിട്ട് മറ്റൊന്ന് ഫീമെയിൽ ആയിട്ടും കരുതി അല്ലെ? നമുക്ക് ഇതിന്റെ ജീനോ ടൈപ്പ് എഴുതി വെക്കാം.
ഇത് ഫീനോട്ട് വിസിബിൾ എക്സ്റ്റേണൽ അപ്പിയറൻസിന് വിളിക്കുന്നവര് ഫീനോടൈപ്പ് അഥവാ പാരന്റ്. ജീനോടൈപ്പ് ക്യാപിറ്റൽ ഹോമോസൈഗസ് ആണ്, പ്യുവർ ബ്രീഡിംഗ് ആണ് തിരഞ്ഞെടുത്തത്, രണ്ടും ഒരുപോലെയുള്ള. ഇത് നമ്മളത് ടി രണ്ടെണ്ണം എഴുതുന്നത്, ഒന്ന് അച്ഛന്റെ അലീലും ഒന്ന് അമ്മയുടെ. ഒരു ക്യാരക്ടർ രണ്ടെണ്ണം, ഒന്ന് അച്ഛന്റെ അമ്മയുടെ അലീലുകളാണ് ഇങ്ങനെ എഴുതുന്നത് ഡാഫ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഗ്യാമെറ്റ്സ് ഉണ്ടാവുകയാണ്. ഗ്യാമെറ്റ്സ് ആവുന്നതാണ്. ഗ്യാമെറ്റ്സ് എപ്പോഴും വട്ടത്തിനകത്ത് എഴുതാം. ഇതിൽ നിന്ന് 2 ഗ്യാമെറ്റ് ഉണ്ടാവും, ഇതിൽ നിന്ന് 2 ഗ്യാമെറ്റ്. കണ്ടോ, ഇത് രണ്ടിങ്ങനെ ഉണ്ടാവുന്നു കണ്ടോ. പക്ഷെ രണ്ടും ഒരുപോലെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ 2 ഗ്യാമറ്റ് ഒരുപോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമറ്റ് എപ്പോഴും വട്ടത്തിനകത്ത് എഴുതാവൂ, റൗണ്ടിനകത്ത്. അതുകൊണ്ട് നമ്മൾ 2 ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ഒരു ഗ്യാമറ്റ്, രണ്ടും സെയിം ആണ്. ഒരു ഗ്യാമറ്റ് റൗണ്ടിനകത്ത് എഴുതുന്നു, ഗ്യാമറ്റ്സ്. ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്തു, F1 ഉണ്ടായി. നോക്കുക, F1 ക്യാപിറ്റൽ ടി സ്മാൾ ടി. ക്യാപിറ്റൽ ടി വന്നുകൊണ്ട് ഇപ്പോൾ ഏതായിരിക്കും ടാൾ. പക്ഷെ ഈ ടാളും തമ്മിൽ വ്യത്യാസം നോക്കിയാണ്. ഈ ടാൾ 2 അലീലുകൾ ഒരുപോലെ ഇരിക്കുന്ന വിളിക്കുന്നവര് ഹോമോസൈഗസ്. ഇത് രണ്ടും നോക്കി, ഈ ടാൾ നോക്കണം, ഒന്ന് ക്യാപിറ്റൽ ടി സ്മാൾ ടി, ഇതായിരിക്കും ഡിഫറന്റ് വിളിക്കുന്നവര് ഹെറ്ററോസൈഗസ്. ഇവിടെ ഡാഫ് നോക്കിയാണ്, 2 അലീലുകളും ഒരുപോലെ ഇരിക്കുന്ന വിളിക്കുന്നവര് ഹോമോസൈഗസ്. അപ്പോ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റിൽ മെന്റൽ ആദ്യം തെരഞ്ഞെടുത്ത പൊക്കം കൂടിയ ടാളായിട്ടുള്ള പൈസസെറ്റേം പ്ലാന്റിനെയും പൊക്കം കുറഞ്ഞ ഡാർഫായിട്ടുള്ള പൈസസെറ്റേം പ്ലാന്റിനെ തെരഞ്ഞെടുത്തു. അവയെ തമ്മിൽ എന്താണ്, ഒന്നിനെ മെയിലായിട്ടും ഒന്നിനെ ഫീമെയിലായിട്ടും കൺസിഡർ ചെയ്ത ശേഷം പോളങ്കിനടുത്ത് സ്റ്റിഗ്മയിൽ പതിപ്പിച്ച് അദ്ദേഹം ഫ്രൂട്ട് ഉണ്ടാക്കി. 1ാം തലമുറ അതിന് വിളിക്കുന്ന പേര് ഫസ്റ്റ് ഫീലിയർ ജനറേഷൻ, അതാണ് F1. ഫസ്റ്റ് ഫീലിയർ ജനറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷൻ ഉണ്ടാക്കി. അതിനകത്ത് എല്ലാ പ്ലാന്റും ഏതായിരുന്നു? ടാൾ. എല്ലാ പ്ലാന്റും അദ്ദേഹം ടാൾ. ഇതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ F1ൽ 1 മാത്രം പ്രത്യക്ഷപ്പെടും. ടാൾ ഡാഫ് കൂടെ ഉണ്ടായ ടാള് മാത്രമല്ലേ ഉണ്ടായത്. അതുകൊണ്ട് ടാൾ ഈസ് കൺസിഡർ ആസ് ദ ഡോമിനന്റ് ക്യാരക്ടർ എന്നും ഡാഫിനെ അത് എന്താണ് കൺസിഡർ ചെയ്തു? റിസസീവ് ക്യാരക്ടർ ആയിട്ട് കരുതി. അപ്പൊ എന്താണ് ഡോമിനന്റ് ആൻഡ് റിസസീവ്? വെൻ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ഹൈബ്രിഡൈസ്ഡ് ഓർ ക്രോസ്ഡ്, ദി F1 അപ്പിയർ വിത്ത് എനി വൺ ഓഫ് ദി ക്യാരക്ടർ. അതിൽ F1ൽ പ്രത്യക്ഷമാവുന്ന ക്യാരക്ടർ വിളിക്കുന്നവർ ഡോമിനന്റും പ്രകട ഗുണമെന്നും F1ൽ വരാത്ത ഗുണത്തെ വിളിക്കുന്നവരും റിസസീവ് ക്യാരക്ടർ അഥവാ ഗുപ്ത ഗുണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി മെന്റൽ രണ്ടാമത് മെന്റൽ അത് സെൽഫ് പോളിനേറ്റഡ് അല്ലെ സെൽഫ്ഡ് ദി F1. മെന്റൽ ആരെ സെൽഫ് ചെയ്തു? F1നെ സെൽഫ് ചെയ്തു. അപ്പൊ പാരന്റ് ഏതാണ്? പാരന്റ് സെയിം അല്ലേ? പാരന്റ്സ്. അതായത് അതിന് അങ്ങനെ തന്നെയാണ്. F1 ടാൾ ഇൻറ്റു F1 ടാൾ. അതിന്റെ പോളങ്കിൽ അതിന്റെ തന്നെ സ്റ്റിഗ്മയിൽ വീഴാൻ വെറുതെ കിട്ടും. കാരണം ബൈസെക്ഷൻ ഫ്ലവർ ആണ്. അപ്പൊ ജീനോടൈപ്പിൽ മാറ്റം വരൂ? ഇല്ല. ജീനോടൈപ്പ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി ഇൻറ്റു ഏതായിരിക്കും? ക്യാപിറ്റൽ ടി സ്മാൾ ടി. നമ്മളിങ്ങോട്ട് മാറ്റാം. അപ്പൊ ഈ ക്യാപിറ്റൽ ടി സ്മാൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മാൾ ടി ആണ്. ഇവിടെ നിങ്ങളുടെ വരെയാണ്, ഞാൻ മാറ്റി എഴുതുന്നേ ഉള്ളൂ. ഇതിൽ നിന്നാണ് നമ്മൾ ഗ്യാമറ്റ്സ് എഴുതേണ്ടത്. ഗ്യാമറ്റ്സ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ടി എന്നുള്ള ഗ്യാമറ്റ് സ്മാൾ ടി ഇൻറ്റു ഇവിടെ ആണെങ്കിൽ 2 ഗ്യാമറ്റ് ഒരുപോലെ അല്ല അതുകൊണ്ട് എഴുതാം. അപ്പൊ 2 ഇൻറ്റു 2 എത്ര പ്രോജീനി ഉണ്ടാവും? 4. അവ എഴുതാൻ വേണ്ടി നമ്മൾ 4 കോളമുള്ള ഒരു സ്ക്വയർ ഇങ്ങനെ വരയ്ക്കണം. ഈ സ്ക്വയർ കണ്ടെത്തിയത് ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ആയ പുന്നറ്റ് അഥവാ പന്നറ്റ് ആണ് കണ്ടെത്തിയത്. അതുകൊണ്ട് എന്നെ വിളിക്കുന്ന പേര് പുന്നറ്റ് സ്ക്വയർ എന്ന പേര് അറിയപ്പെടും. ഈ സ്ക്വയറിനെ വിളിക്കുന്ന പേര് എന്താണ്ട്? ഈ സ്ക്വയറിനെ വിളിക്കുന്ന പേര് എന്ത് സ്ക്വയർ എന്നറിയപ്പെടും? പുന്നറ്റ് സ്ക്വയർ അല്ലെ? പുന്നറ്റ് സ്ക്വയർ എന്ന പേര് അറിയപ്പെടുന്നു. ഇതിനകത്ത് നമ്മൾ ഗ്യാമറ്റ്സ് 2 സൈഡിലായിട്ട് എഴുതാം. ഈ ഗ്യാമറ്റ്സ് ക്യാപിറ്റൽ ടി ഇത് ഇവിടെ എഴുതി. അത് ഇതിനെ എടുത്ത് ക്യാപിറ്റൽ ടി കണ്ടോ, ഈ സ്മാൾ ടി ഇവിടെ എഴുതി. 2 വശങ്ങളിലായിട്ട് എഴുതുന്നു. ഈ സ്ക്വയറിനെ വിളിക്കുന്ന പേര് എന്ത് സ്ക്വയർ എന്നറിയപ്പെടുന്നു? പുന്നറ്റ് സ്ക്വയർ. കണ്ടെത്തിയത് ആരാണ്? ഒരു ബ്രിട്ടീഷ് ജനറ്റിസ്റ്റ് ആയതാണ് റെഗിനാൾഡ് സി പുന്നറ്റ്. ആരാണ് കണ്ടെത്തിയതാണ്? റെഗിനാൾഡ് സി പുന്നറ്റ്. എന്താണ് ഗ്രാഫിക്കലായിട്ട് എഴുതുന്നതാണ് ഈ ഗ്യാമറ്റ്സുകളെ F1ൽ ഉണ്ടാകുന്ന ഗ്യാമറ്റ്സുകളെ ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്ത് ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്വയറുകൾ വിളിക്കുന്ന പേരാണ് പുന്നറ്റ് സ്ക്വയർ. ഇവിടെ നോക്കിയാൽ ക്യാപിറ്റൽ ടി എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ ടി അത് ഇതിനെ ഇതുകൊണ്ട് എഴുതാം. ക്യാപിറ്റൽ സ്മാൾ ടി. ഇനി ഇതിനെ ഇതുകൊണ്ട് ക്യാപിറ്റൽ ടി സ്മാൾ ടി. ഇതാണെങ്കിൽ സ്മാൾ ടി. ഇത് ജീനോടൈപ്പ് എഴുതി. ക്യാപിറ്റൽ ടി ആകുമ്പോൾ ഏതായിരിക്കും? ടാൾ. ക്യാപിറ്റൽ ടി സ്മാൾ ടി ആകുമ്പോൾ അത് ഏതായിരിക്കും? ടാൾ. അടുത്ത ഇത് രണ്ടും കൂടി ചെയ്തപ്പോൾ ക്യാപിറ്റൽ അത് ഏതായിരിക്കും? ടാൾ. നോക്കിയ ഡാഫ്. ഇദ്ദേഹത്തിന് റേഷ്യോ നമ്മൾ നോക്കിയപ്പോ അല്ലെ 4 പ്രോജനിയിൽ അല്ലെ ഏത് റേഷ്യോ എത്ര ടാൾ കിട്ടി? 3 ടാൾ ഈസ് ടു എത്ര ഡാഫ് കിട്ടി? 1 ഡാഫ്. കണ്ടോ, 4ൽ 1 അദ്ദേഹത്തിന് ഡാഫും അല്ലെ ബാക്കി 4ൽ 3 ഏതും കിട്ടി? ടാളും കിട്ടി. ഇനി അതേ ജീനോടൈപ്പ് എടുത്ത് നോക്കിയാണ്. ഈ ക്യാപിറ്റൽ ടി എത്ര ഉണ്ട്? 1 ക്യാപിറ്റൽ ടി
അടുത്ത എത്ര ക്യാപിറ്റൽ ടി സ്മാൾ ടി ഉണ്ട്? 2 ക്യാപിറ്റൽ ടി സ്മാൾ ടി, 1 സ്മാൾ ടി സ്മാൾ ടി ഉണ്ടോ? 4 പ്രോജനി എടുക്കുക. 4 പ്രോജനിയുടെ ഫീനോടൈപ്പ് എടുത്താൽ 3 ടാള് 1 ഡാഫ്. ജീനോടൈപ്പ് എടുത്തേക്കണം ക്യാപിറ്റൽ ടി 1, ക്യാപിറ്റൽ ടി സ്മാൾ ടി ഉള്ള 2, സ്മാൾ ടി ഉള്ള 1. ഈ ആദ്യം ഈ 3 ടാൾ ഈസ് ടു 1 ഡാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? F1 ആണ് F2 ആണ്? F2. ഡൈഹൈബ്രിഡാ മോണോ ഹൈബ്രിഡാ? മോണോ ഹൈബ്രിഡ്. ഏത് റേഷ്യോ ആണ്? ഫീനോട്ടിപ്പിക് റേഷ്യോ. മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? 3 ടാൾ ഈസ് ടു 1 ഡാഫ്. ശരിക്കും നമുക്ക് എന്താ പറയാൻ പറ്റും? 3:1. അതുപോലെ തന്നെ F2വിന്റെ മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ ഒക്കെയാണ്. ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1:2:1 കണ്ടോ? 1+2+1 4, ഇത് 3+1 4. അപ്പൊ നമുക്ക് 2 റേഷ്യോ പഠിച്ചു. ഏതൊക്കെയാണ്? മോണോ ഹൈബ്രിഡ് ഫീനോടൈപ്പ് റേഷ്യോ ഏതാണ്? 3:1. മോണോ ഹൈബ്രിഡ് ജീനോടൈപ്പ് റേഷ്യോ ഏതാണ്? 1:2:1. സംശയം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ നോക്കാം. ഞാൻ ഒരിക്കലും പറയാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് എന്നാൽ എന്ത്? ഒരിക്കലും ശ്രദ്ധിക്കാണോ? അല്ലെ, മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ്. അല്ലെ, മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് എന്നാൽ എന്ത്? മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് എന്നാൽ എ ക്രോസ്, ഒരു ഹൈബ്രിഡൈസേഷൻ പ്രോസസ്, ഒരു വർഗസങ്കരണ പരീക്ഷണത്തിൽ ഒരു ജോഡി സ്വഭാവങ്ങളെ മാത്രം പരിഗണിച്ചാൽ ആ ക്രോസിനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ്. എന്താണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ഓർ മോണോ ഹൈബ്രിഡ് ക്രോസ്? ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈബ്രിഡൈസേഷൻ. മോണോ ഹൈബ്രിഡ് ക്രോസ് ആർ those hybridization process in which we consider എത്ര പേരായിരിക്കും? 1 pair of contrasting character. ഒരു ജോഡി അല്ലെ വിപരീത ഗുണങ്ങൾ മാത്രം കൺസിഡർ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ പരീക്ഷണത്തെ, വർഗസങ്കീർണ പരീക്ഷണത്തെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ്. ഫോർഗീസ് അല്ലെ അടുത്ത നമ്മൾ നോക്കിയാൽ ഫോർഗീസ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് മെന്റൽ ആരെയാണ് തെരഞ്ഞെടുത്തത്? ടാളായിട്ടുള്ള പൈസസെറ്റിയം പ്ലാന്റിനെയും ഡാഫായിട്ടുള്ള പൈസസെറ്റിയം പ്ലാന്റിനെയും തെരഞ്ഞെടുത്തു. എന്നിട്ട് അത് എന്ത് ചെയ്തു? അവയെ തമ്മിൽ ടാളിനെയും ഡാഫിനെയും തമ്മിൽ ക്രോസ് ചെയ്ത് അത് F1 ഉണ്ടാക്കിയെടുത്തു. F1 എന്ത് കിട്ടി? ടാൾ. അതിൽ നിന്ന് ടാൾ ഈസ് എ ഡോമിനന്റ് ക്യാരക്ടർ, ഡാഫ് ഈസ് എ റിസസീവ് ക്യാരക്ടർ എന്ന് മനസ്സിലായി. ആ F1 ടാളിന് അദ്ദേഹത്തിന് അനുവദിച്ചു, സെൽഫ് പോളിനേഷൻ അനുവദിച്ച് F2 ഉണ്ടാക്കി. F2ൽ അദ്ദേഹത്തിന് എന്ത് പ്രോജനി ഉണ്ടായി? 4ൽ 3 ടാളും 4ൽ 1 ഡാഫും. ഏത് റേഷ്യോ? 3:1 എന്ന് പറയുന്ന 3:1 എന്നുള്ള റേഷ്യോയിൽ കിട്ടി. ഇനി അതിന്റെ ജനിത ഘടന എഴുതി നോക്കുക. ടാൾ ക്യാപിറ്റൽ ടി ഡാഫ് സ്മാൾ ടി എഴുതുന്നു. ഇവിടെ F1ൽ ഹെട്രോസൈഗസ് ടാളിനെ കിട്ടുന്നു. ഈ ഹെട്രോസൈഗസ് ടാളിനെ അദ്ദേഹം സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു. സെൽഫ് പോളിനേഷൻ അപ്പോ F1 ടാളിൽ F1 ടാൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി സെയിം, അതിന്റെ തന്നെ ഇതും സെയിം തന്നെ. ഇത് ഗ്യാമറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ഗ്യാമറ്റ്സ് ഉണ്ടാവുന്നു. ഇതിൽ നിന്ന് ഹെട്രോസൈഗസ് 2 ഗ്യാമറ്റ്സ് ഉണ്ടാവും. അവയെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വിളിക്കുന്ന പേരാണ് പുന്നറ്റ് സ്ക്വയർ. എന്തെന്നറിയാമോ? വാട്ട് ഈസ് പുന്നറ്റ് സ്ക്വയർ എന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ പറ്റും. പുന്നറ്റ് സ്ക്വയർ ഈസ് ഡെവലപ്ഡ് ബൈ എ ബ്രിട്ടീഷ് geneticist called Reginald C. Punnett. It is a graphical representation to calculate the probability of genotypes of offspring in a genetic cross. മനുഷ്യൻ ചോദിക്കും എന്താണ് പുന്നറ്റ് സ്ക്വയർ? പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള പുസ്തക സെന്റൻസ് ഇതാണ് പറയുന്നത്. പുന്നറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പുന്നറ്റ് സ്ക്വയർ കണ്ടെത്തിയത് ബ്രിട്ടീഷ് ജെനറ്റിസ്റ്റ് ആയ റെഗിനാൾഡ് സി പുന്നറ്റ് ആണ്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ടു കാൽക്കുലേറ്റ് the probability of all genotypes of offspring in a genetic cross. ഒരു ജനറ്റിക് ക്രോസിലെ എല്ലാ ഓസ്പ്രിങ്ങിന്റെയും പ്രോബബിലിറ്റി ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പുന്നറ്റ് സ്ക്വയർ. ഇവിടെ 2x2 എത്ര കോളം ഉണ്ടായിരിക്കും? 4. ഇപ്പൊ ഇവിടെ 4 അപ്പൊ ഇതിനകത്ത് പുന്നറ്റ് സ്ക്വയർ 4x4 എത്രയാണ്? 16 കോളം വേണം. മനസ്സിലായി? അത് ഓരോ കോളം നമ്മൾ അവയുടെ ഗ്യാമറ്റ്സിനെ 2 ഗ്യാമറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോ അറിയേണ്ട കാര്യം, നമ്മൾ ഇപ്പൊ പഠിക്കേണ്ട കാര്യം ഇതാണ്. അല്ലെ, മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ശ്രദ്ധിച്ചോളുക. മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെന്റ് എല്ലാവരും എഴുതിയെടുക്കണം. എല്ലാവരും എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്ലാസ് സമയം മാത്രമേ ഇന്ന് മറ്റു ക്ലാസ്സുകളുടെ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സമയം മാത്രമേ ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. ബാക്കി അവർക്ക് ഡിഗ്രിയും മറ്റു ക്ലാസ്സുകളൊക്കെ ധാരാളം ഉള്ളതിനാൽ നിങ്ങൾക്ക് രാവിലത്തെ ക്ലാസ് എല്ലാം ഈ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം വളരെ ലേറ്റായി. അതുകൊണ്ട് പല ക്ലാസ്സുകളും ഇങ്ങനെ പെൻഡിങ് കിടക്കും. അതേപോലെ വെയിറ്റിംഗ് ആണ്.
അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് ഇന്ന് ഞാൻ തുടങ്ങിയേ ഉള്ളൂ. ഇതിനൊരു ഒരു ഇതും കൂടെ എഴുതിക്കോളാം. ഇത് ഡൗട്ടിലെല്ലാം എഴുതിയെടുത്തല്ലോ. ഇത് നിങ്ങൾ അടുത്ത ക്ലാസ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി ഒരു പ്രോബ്ലം എഴുതിക്കോളാം. ആരെയൊക്കെ തമ്മിൽ ക്രോസ് ചെയ്യുക, നിങ്ങൾ ഒരു ഇതൊന്ന് മായ്ക്കുകയാണ്. മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഒരു മോണോഹൈബ്രിഡ് ക്രോസ് ആണെന്ന് ഓർക്കണം. നമ്മൾ വേറൊരു എക്സ്പെരിമെന്റ് എഴുതി നോക്കുക നിങ്ങൾ സ്വന്തമായിട്ട്. ഇത് പഠിച്ച ശേഷം മാത്രമേ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂ. ഇതിന് ഇഷ്ടംപോലെ പ്രോബ്ലം എൻട്രൻസ് ഇഷ്ടം പോലെ വരും. അതുകൊണ്ട് പഠിക്കണം. ഈ സോളജിയാണ്, പ്രയാസമാണ്, ഓർത്താണ്. പിന്നെ ക്ലാസ് തുടങ്ങാൻ വളരെ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇതോ ക്രോസ് ആർക്ക് നമ്മൾ ക്രോസ് ചെയ്യാം? പാരന്റ് എ പ്ലാന്റ് ക്രോസ് എ വയലറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് ഇൻറ്റു വൈറ്റ് ക്രോസ് ചെയ്തേക്കണം. മോണോഹൈബ്രിഡ് ആണ്. കാരണം എത്ര പേരെ വന്നോളൂ അല്ലെ? വയലറ്റ് ജീനോ ടൈപ്പ് നമ്മൾ എടുക്കുക. ക്യാപിറ്റൽ വി എന്നാണ് നമ്മൾ കൊടുത്തില്ല. നമ്മളിവിടെ ക്യാപിറ്റൽ ഡബ്ല്യു എന്നാണ് ബുക്കിൽ കൊടുത്തേക്കണം. അപ്പൊ ഇതിന്റെ സ്മാൾ ഡബ്ല്യു കണ്ടോ. അടുത്ത ഗ്യാമറ്റ്സ് എടുക്കുക. ഗ്യാമറ്റ്സ് ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ക്യാപിറ്റൽ ഡബ്ല്യു എന്നാണ് ഗ്യാമറ്റ്, സ്മാൾ ഡബ്ല്യു എന്നാണ് ഗ്യാമറ്റ്. ക്രോസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ഡബ്ല്യു, സ്മാൾ ഡബ്ല്യു, അത് F1 ഏതായിരിക്കും? വയലറ്റ് കണ്ടോ. ആൾ വയലറ്റ് വന്നു. അടുത്ത മെന്റൽ എന്ത് ചെയ്തു? F1 സെൽഫ് പാരന്റ് F1 വയലറ്റ് ഇൻറ്റു കണ്ടോ F1 വയലറ്റ് ജീനോടൈപ്പ്. F1 ജീനോടൈപ്പ് ഏതാണ്? ക്യാപിറ്റൽ ഡബ്ല്യു, സ്മാൾ ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ ഡബ്ല്യു, സ്മാൾ ഡബ്ല്യു. ഗ്യാമറ്റ്സ് നമ്മളിപ്പോ ചെയ്തത് ക്യാപിറ്റൽ ഡബ്ല്യു എന്നാണ് വട്ടത്തിനകത്ത്, സ്മാൾ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മാൾ ഡബ്ല്യു. അപ്പോൾ എത്ര പിന്നറ്റ് സ്ക്വയർ എത്ര കോളം വരയ്ക്കുക? പിന്നറ്റ് സ്ക്വയർ എത്ര കോളം? 4 കോളം കണ്ടോ. 4 കോളം വരയ്ക്കുക. ഇതില് ഈ ഗ്യാമറ്റ്സ് ഈ സൈഡിൽ എഴുതുക. ക്യാപിറ്റൽ ഡബ്ല്യു, സ്മാൾ ഡബ്ല്യു. ഈ ഗ്യാമറ്റ്സ് ഈ സൈഡിൽ എഴുതുക. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്യാപിറ്റൽ ഡബ്ല്യു ഇവിടെ ക്യാപിറ്റൽ ഡബ്ല്യു, സ്മാൾ ഡബ്ല്യു. ഇതിനകത്ത് ക്യാപിറ്റൽ ഡബ്ല്യു, സ്മാൾ ഡബ്ല്യു. ഇതായിരിക്കും വയലറ്റ്. ഇവിടെ വൈറ്റ്. ഏത് റേഷ്യോ കിട്ടി നമുക്ക്? മോണോഹൈബ്രിഡ് F2 ഫീനോടൈപ്പ് റേഷ്യോ കിട്ടിയില്ലേ? F2 ഫീനോടൈപ്പ് അല്ലേ വയലറ്റ് എന്നാണ്. ഫീനോടൈപ്പ് റേഷ്യോ 3 വയലറ്റ് ഈസ് ടു 1 വൈറ്റ്. ഏത് റേഷ്യോ കിട്ടി? മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റ് റേഷ്യോ ഇപ്പോഴേ കാണാതെ പഠിക്കണം. 3:1. മോണോഹൈബ്രിഡ് F2 ഫീനോടൈപ്പ് റേഷ്യോ ഈസ് ആൾവേസ് ഏതായിരിക്കും? 3:1. അടുത്ത F2 മോണോഹൈബ്രിഡ് F2 ജീനോടൈപ്പ് റേഷ്യോ നോക്കിയാണ്. ജീനോടൈപ്പിക് റേഷ്യോ എത്ര ക്യാപിറ്റൽ ഡബ്ല്യു ഉണ്ട്? 1 ക്യാപിറ്റൽ ഡബ്ല്യു. എത്ര ക്യാപിറ്റൽ ഡബ്ല്യു സ്മാൾ ഉണ്ട്? 2 ക്യാപിറ്റൽ ഡബ്ല്യു, സ്മാൾ ഡബ്ല്യു, 1 സ്മാൾ ഡബ്ല്യു. റേഷ്യോ ഏതാണ്? 1:2:1. ഈ രണ്ട് റേഷ്യോ കാണാതെ പഠിക്കുക. മോണോഹൈബ്രിഡ് F2 ഫീനോടൈപ്പ് റേഷ്യോ എത്രയാണ്? 3:1. മോണോഹൈബ്രിഡ് F2 ജീനോടൈപ്പ് റേഷ്യോ ഏതാണ്? 1:2:1. ഈ രണ്ട് റേഷ്യോ കാണാതെ പഠിച്ചു വെച്ചോളുക. അടുത്ത ക്ലാസ് ഞാൻ ചോദിക്കും. ഒരു പ്രോബ്ലം എഴുതിക്കണം. ആരൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുക? ഒരു റൗണ്ട് സീഡ് ഇൻറ്റു റിംഗിൾഡ് സീഡ് സ്വയം ക്രോസ് ചെയ്യാം. plant breeder closed a round pysocetium plant with wrinkled pysocetium plant. F1 appear with round plants. The F1 round plants is self-pollinate and raise the F2. Find out the genotype and phenotypic ratio. Question ആണ്. Round into ring. Yellow fruit colored pod colored with green pod color. Cross ചെയ്യുക. Okay. ഇതിനകത്ത് ഡൗട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കുക. അടുത്ത ക്ലാസ്സിൽ പറയാൻ പറ്റും. ഇന്ന് സമയം വളരെ കുറവായതിനാൽ നമുക്കിത് നിന്ന് മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ആണ് പഠിച്ചത്. മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റ് എന്താണെന്ന് ഒരിക്കലും ഓർത്തുക. ഒരു പെയർ കോൺട്രാസ്റ്റിംഗ്, ഒരു ജോഡി സ്വഭാവങ്ങളിൽ വ്യത്യാസമുള്ള രണ്ട് മാതാപിതാക്കളെ തമ്മിലുള്ള ക്രോസിനെ വിളിക്കുന്ന പേരാണ് മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റ്. മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റ് തെരഞ്ഞെടുത്ത ടാളിനെയും ഡാഫിനെയാണ്. രണ്ട് ഹോമോസൈഗസ് ആണ്. F1 ടാള് വരുന്നു, അവയെ ക്രോസ് ചെയ്ത് സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് 4 പ്രോജനി ഉണ്ടാവും. അതിൽ 3 ടാളും 1 ഡാഫ്. ഏത് റേഷ്യോ? 3:1. ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും പറയണം മോണോഹൈബ്രിഡ് F2 ഫീനോടൈപ്പ് റേഷ്യോ എന്താണ്? 3:1. മോണോഹൈബ്രിഡ് F2 ജീനോടൈപ്പ് റേഷ്യോ ഏതാണ്? 1:2:1. നെക്സ്റ്റ് ക്ലാസ് ബാക്കി ഇത് പഠിച്ചോളൂ എല്ലാവരും. നാളെ കമ്പ്യൂട്ടർ സയൻസിനാണ് ക്ലാസ്. വെള്ളിയാഴ്ച, ശനിയാഴ്ച ടൈം മിക്കവാറും സാറ്റർഡേ ആയിരിക്കും. വെള്ളിയാഴ്ച കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിനായിരിക്കും. മറ്റുള്ള ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വരും.
മാത്സിന്റെ ഇംപ്രൂവ്മെന്റ് ക്ലാസ്, ഫിസിക്സിന്റെയും വരും. എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കണം. ബാക്കിയുള്ളവരോട് എല്ലാവരുടെയും പറയുക, നിങ്ങൾ ഫീസൊക്കെ അടയ്ക്കാനുള്ളവരൊക്കെ അടയ്ക്കണം ദയവായി. നിങ്ങൾക്ക് ഇവിടുന്ന് അക്കൗണ്ടിന്റെ നമ്പർ അയച്ചു തരും. അങ്ങനെയുള്ള വരാൻ പറ്റാത്തവരെങ്കിൽ അക്കൗണ്ടിലേക്ക് ഇട്ടാലും മതി. എല്ലാവരും സഹായിക്കണം. ഫുൾ A+ വാങ്ങിക്കണം. വെറുതെ വീട്ടിൽ നിന്ന് യൂട്യൂബ് വഴി ചാടിക്കണം പോയിട്ടൊന്നും കാര്യമില്ല. അല്ലേ, ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത മാസം തുറക്കും എന്നാണ് പറയുന്നത്. സെപ്റ്റംബർ ലോക്ക്ഡൌൺ എല്ലാം കഴിയും. എല്ലാവരും എത്തുക. ഇത് ഭംഗിയായിട്ട് വീട്ടിൽ പോയിരുന്ന് പഠിച്ചു.